Dear friends, welcome to Competitive Cracker. ഇന്നിവിടെ വന്നിരിക്കുന്നത് HSA ഫിസിക്കൽ സയൻസിന്റെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ്. പുതിയൊരു പാറ്റേൺ അനുസരിച്ചിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മറ്റ് എക്സാംസ് പരിശോധിച്ചുകൊണ്ട് ആ ഒരു പാറ്റേൺ യൂസ് ചെയ്തുകൊണ്ടിട്ടുള്ള മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം അല്ലേ? അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നോക്കിക്കേ. ഒന്നാമത്തെ പ്രസ്താവന, ഇവിടെ നമുക്ക് 2 പ്രസ്താവന തന്നിട്ടുണ്ട്. അപ്പൊ അതില് ശരിയായ പ്രസ്താവന കണ്ടെത്താനായിട്ടാണ് ഫസ്റ്റ് പ്രസ്താവന സ്റ്റേറ്റ്മെന്റ് 1 എന്ന് പറയുന്നത് ഹൈഡ്രജന്റെ അറ്റോമിക് സ്പെക്ട്രത്തില് ലൈമാൻ ശ്രേണി ഉണ്ടാകുന്നത് ഇലക്ട്രോണിന്റെ ഉയർന്ന ഊർജ നിലയിൽ നിന്ന് ഒന്നാമത്തെ ഊർജ നിലയിലേക്ക് വരുമ്പോഴാണ് എന്നാണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. അതിന്റെ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് ലൈമാൻ ശ്രേണി ഉൾപ്പെടുന്നത് ഇൻഫ്രാറെഡ് റീജിയനിലാണ് എന്നതാണ്. അപ്പൊ നമുക്ക് ലൈമാൻ സീരീസ്, ബാമർ, പാഷൻ ബ്രാക്കറ്റ് ഫണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഹൈഡ്രജന്റെ എമിഷൻ സ്പെക്ട്രം അത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. അപ്പൊ അതിനെ ബേസ് ചെയ്ത് പല രീതിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് പ്രസ്താവനയിൽ ഹൈഡ്രജന്റെ അറ്റോമിക് സ്പെക്ട്രത്തിൽ ലൈമാൻ ശ്രേണി ഉണ്ടാകുന്നത് ഇലക്ട്രോൺ ഉയർന്ന ഊർജ നിലയിൽ നിന്നും, ഒരു ഉയർന്ന ഊർജ നിലയിൽ നിന്നും N1 = 1 ഒന്നാമത്തെ ഊർജ നിലയിലേക്ക് വരുമ്പോഴാണ്. അത് കറക്റ്റ് ആണ് അല്ലെ? N1 = ഏതൊരു ഉയർന്ന ഊർജ നിലയാണെങ്കിലും ആ ഒരു ഉയർന്ന ഊർജ നിലയിൽ നിന്നും N1 = 1 വരുമ്പോഴാണ് അതിനെ ലൈമാൻ സീരീസ് എന്ന് പറയുന്നത്. N1 = 2 വരുമ്പോൾ ബാമർ, ആ ഒരു ഓർഡർ നിങ്ങൾ പഠിച്ചു വെക്കണം. N1 = 3 വരുമ്പോഴോ ലൈമാൻ, ബാമർ, പാഷൻ ബ്രാക്കറ്റ് ഫണ്ട്. അതങ്ങനെ N1 = 1 2 3 4 5 എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കുക. അപ്പൊ അവിടെ ലൈമാൻ സീരീസ് ആ ഒരു സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞിരിക്കുന്നത് ലൈമാൻ ശ്രേണി ഉൾപ്പെടുന്നത് ഇൻഫ്രാറെഡ് റീജിയനിലാണ് എന്നതാണ്. ഇൻഫ്രാറെഡ് റീജിയനിലാണോ ലൈമാൻ ശ്രേണി വരുന്നത്? അല്ല. ലൈമാൻ ശ്രേണിയുടെ സീരീസിന്റെ പ്രത്യേകത ഏറ്റവും എനർജി കൂടിയ ഒരു റീജിയനിലാണ് വരുന്നത് അല്ലെ? അപ്പൊ ഏറ്റവും എനർജി കൂടിയ UV-യിലാണ് വരുന്നത്. UV-യില് ബാമർ സീരീസ് എവിടെയാ വരുന്നത്? ബാമർ സീരീസ് വരുന്നത് വിസിബിളിലും ബാക്കിയുള്ള പാഷനും ബ്രാക്കറ്റും ഫ്രണ്ടും ആണ് എവിടെ വരുന്നത്? ഫണ്ടും ആണ് നമ്മുടെ ഇൻഫ്രാറെഡ് റീജിയനിൽ വരുന്നത്. അപ്പോൾ ലൈമാൻ ശ്രേണി ഉൾപ്പെടുന്നത് ഇൻഫ്രാറെഡ് റീജിയനിലാണ് എന്ന പ്രസ്താവന തെറ്റാണ്. അപ്പൊ നമുക്ക് ഏത് ഓപ്ഷൻ കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ പ്രസ്താവന 1ഉം 2ഉം ശരി. ഓപ്ഷൻ എയിൽ പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് അല്ലെ? പ്രസ്താവന 1 ശരി, 2 തെറ്റ്. അപ്പൊ അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആയിട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് റീസെന്റ് നടന്ന ഒരു കെമിസ്ട്രി ബേസ്ഡ് എക്സാമിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ HSAക്ക് മലയാളത്തിലായതുകൊണ്ട് അത് കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്നതാണ്. അപ്പോൾ ക്വാണ്ടം നമ്പേഴ്സ് നമ്മൾ സിമ്പിൾ ആണെങ്കിൽ പോലും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ അത് മറന്നുപോയവരുണ്ടെങ്കിൽ റിവൈസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യനുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് ക്വസ്റ്റ്യൻ? സോഡിയം ആറ്റത്തിലെ അവസാന ഓർബിറ്റലിലെ ഇലക്ട്രോണിന്റെ സാധ്യമായ ക്വാണ്ടം നമ്പർ ഏതാണെന്ന് കാണാനായിട്ടാണ്. അപ്പോൾ സോഡിയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം അറ്റോമിക് നമ്പർ 11 ആണ് വരുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ 1s2, 2s2, 2p6, 3s1 ആണ് അല്ലെ? അപ്പോൾ 3s1 ആയതുകൊണ്ട് അവസാന ഇലക്ട്രോൺ പോയിരിക്കുന്നത് N = 3 ആണ്. 3s1 പോകുമ്പോൾ N = 3 ആണ്. L = എന്താണ്? 0 ആണ്. M = L = 0 വന്നു കഴിഞ്ഞാൽ M-ന് സാധ്യമായ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് എന്താണ്? M = 0 ആയിരിക്കും. M = 0 ആണ്. ഇവിടെ S = +½ ആണ്. അപ്പൊ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? N = 3, L = 0, M = 0, S = +½ അപ്പൊ അത് നിങ്ങൾക്കറിയാമല്ലോ. M-ന് N = 3 വന്നു കഴിഞ്ഞാൽ L-ന് സാധ്യമായിട്ടുള്ള ക്വാണ്ടം നമ്പേഴ്സ് ഏതൊക്കെയാണ്? N = 3 വന്നാൽ L സാധ്യമാകുന്നത് 0 to n-1 ആണ്. N ഏതാണോ L-ന് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് 0 to n-1 വാല്യൂസേ വരുത്തുള്ളൂ. L-ന്റെ വാല്യൂവിനെ വെച്ചുകൊണ്ട് നമുക്ക് M വാല്യൂസ് എങ്ങനെ പറയാൻ കഴിയും? L നോക്കിക്കഴിഞ്ഞാൽ M-ന് സാധ്യമായ വാല്യൂസ് എന്ന് പറയുന്നത് -L മുതൽ +L വരെ ഇൻക്ലൂഡിങ് 0 ആണ് M-ന്റെ.
ആൻഡ് നമുക്ക് അടുത്തതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എസിന് സാധ്യമായ രണ്ട് വാല്യൂസ് എന്ന് പറയുന്നത് +12 -12 ആണ്. ഇനി നമുക്ക് ക്വാണ്ടം നമ്പർ വെച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്വാണ്ടം നമ്പർ n എന്ന് പറയുന്ന പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് അല്ലെ. പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് ന്യൂക്ലിയസിൽ നിന്നും എത്ര ഡിസ്റ്റൻസിലാണ്, ഡിസ്റ്റൻസ് ഫ്രം ദ ന്യൂക്ലിയസിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അതായത് മെയിൻ ഷെല്ലിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി എൽ എന്ന് പറയുന്ന അസിമുത്തൽ ക്വാണ്ടം നമ്പർ അല്ലെങ്കിൽ ആംഗുലാർ മൊമെന്റം ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? അത് നമ്മുടെ ഏത് ഓർബിറ്റലിനെയാണെന്നുള്ളതാണ് അല്ലെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഷേപ്പ് ഓഫ് ദ ഓർബിറ്റൽ എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ എന്ന് പറയുന്ന ഓറിയന്റേഷനെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. പിന്നെ സ്പിൻ ക്വാണ്ടം നമ്പർ ആണ് നമ്മുടെ ഇലക്ട്രോണിനെ റെപ്രസെന്റ് ചെയ്യുന്ന ക്വാണ്ടം നമ്പർ ഏതാണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. സ്പിൻ ക്വാണ്ടം നമ്പർ, സ്പിന്നിനെ കുറിച്ച് പറയുന്ന ക്വാണ്ടം നമ്പർ ആണ് സ്പിൻ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് നല്ല രീതിയിൽ വായിക്കുക, എന്നിട്ട് ഇതിൽ നിന്നും കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ അത് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ സമാനമായ അയോണുകളുടെയും സ്ഥിരതയും രേഖാ സ്പെക്ട്രവും വിശദീകരിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മുടെ ബോർ തിയറിയെ വെച്ചുകൊണ്ടുള്ള പ്രസ്താവനയാണ്. നമുക്കറിയാം ബോർ തിയറിയുടെ ഒരു ലിമിറ്റേഷൻ തന്നെ അതാണ് അല്ലെ. ഹൈഡ്രജനും ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഹൈഡ്രജനെ പോലെ തന്നെ വരുന്ന ഒരു ഇലക്ട്രോൺ മാത്രമുള്ള മൾട്ടി ഇലക്ട്രോൺ ആയിട്ടുള്ള സ്പീഷീസുകളെ കുറിച്ച് നമുക്ക് ബോർ തിയറി വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്ന ഹൈഡ്രജനെയും ഹൈഡ്രജൻ പോലെയുള്ള സ്പീഷീസുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഹീലിയം പ്ലസ് ഒരു ഇലക്ട്രോൺ ആണല്ലേ ഉള്ളത്. ഇനി ലിഥിയം 2+ ഒരു ഇലക്ട്രോൺ ആണ്. ബെർലിയം 3+ ആണ് ഹൈഡ്രജൻ ലൈക്ക് സ്പീഷീസ്. ആൻഡ് ഹൈഡ്രജൻ ഇവരെ കുറിച്ചും അവരുടെ രേഖാ സ്പെക്ട്രത്തെ കുറിച്ചും വിശദീകരിക്കാനായിട്ട് കഴിഞ്ഞു. അപ്പൊ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ കൂടുതൽ മികവുള്ള സ്പെക്ട്രോസ്കോപ്പി ഉപയോഗിച്ചുള്ള ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ സൂക്ഷ്മ വിശദാംശങ്ങൾ എന്ന് പറഞ്ഞാൽ ഡബ്ലറ്റ് അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്ന രേഖകൾ ഉണ്ടല്ലോ, അവയെ കുറിച്ച് വിശദീകരിക്കാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇല്ല, ഒരിക്കലും സാധ്യമല്ല അല്ലെ. നമുക്ക് ഹൈഡ്രജന്റെ എമിഷൻ സ്പെക്ട്രത്തെ കുറിച്ച് പറയുന്നുണ്ട്, പക്ഷെ അവിടെ വരുന്ന ഡബ്ലറ്റ് അടുത്തടുത്തുള്ള രേഖകളെ കുറിച്ച് ഒരിക്കലും വിശദീകരിക്കാനായിട്ട് നമ്മുടെ ബോർ തിയറിക്ക് സാധിച്ചില്ല. അത് അതിന്റെ ഒരു ലിമിറ്റേഷൻ കൂടെയാണ്. അതുകൊണ്ട് ആ ഒരു പ്രസ്താവന തെറ്റാണ്. ഇനി തേർഡ് പ്രസ്താവന എന്താണ്? മൂന്നാമത്തെ പ്രസ്താവന പറയുന്നത് രാസബന്ധനത്തിലൂടെ തന്മാത്രകൾ രൂപീകരിക്കാനുള്ള ആറ്റങ്ങളുടെ കഴിവ് വിശദീകരിക്കാനായിട്ട് ഈ മാതൃകയ്ക്ക് കഴിഞ്ഞോ? ഇല്ല. ബോർ തിയറി കൊണ്ട് ഒരിക്കലും എങ്ങനെയാണ് രാസബന്ധനത്തിലൂടെ ഒരു തന്മാത്രകൾ രൂപപ്പെടുന്നത് എന്നതിനെ കുറിച്ച് വിശദീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രസ്താവന ശരിയാണല്ലേ. രാസബന്ധനത്തിലൂടെ തന്മാത്രകൾ രൂപീകരിക്കാനുള്ള ആറ്റങ്ങളുടെ കഴിവ് വിശദീകരിക്കാൻ ഈ ഒരു മാതൃകയ്ക്ക് കഴിഞ്ഞില്ല. അപ്പൊ നമ്മുടെ പ്രസ്താവന 1ഉം 3ഉം ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ട് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം. 1ഉം 2ഉം ശരി, 3 തെറ്റ്. ആ ഓപ്ഷൻ അല്ലല്ലോ. 1ഉം 3ഉം ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവനയാണ് ഇവിടെ തെറ്റായിട്ട് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് 25 വോൾട്ടും 36 വോൾട്ടിലും പ്രവേഗത്തിലിരിക്കുന്ന ഇലക്ട്രോണിന്റെ ഡീബ്രോഗ്ലി തരംഗ ദൈർഘ്യത്തിന്റെ അംശബന്ധം കാണാനായിട്ടാണ്. അപ്പൊ ഡീബ്രോഗ്ലി തരംഗ ദൈർഘ്യവും ഇവിടെ തന്നിരിക്കുന്നത് 25 വോൾട്ടും 36 വോൾട്ടും ഉള്ള ഇലക്ട്രോണിന്റെ ആണ്. അതായത് വോൾട്ടേജ് ആണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഡീബ്രോഗ്ലി തരംഗ ദൈർഘ്യം ലാംഡ h/mv എന്ന് പറയുന്ന ആ ഒരു ബേസിക് പ്രിൻസിപ്പിൾ എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഇവിടെ വോൾട്ടേജുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്താണ്? ലാംഡ h/√2 m × v എന്ന് പറയുന്ന √2m ev എന്ന് പറയുന്ന ആ ഒരു റിലേഷൻ നിങ്ങൾ അറിയണം. ഈ ഒരു റിലേഷൻ വെച്ചുകൊണ്ട് കഴിഞ്ഞ HSAക്ക് ക്വസ്റ്റ്യനും വന്നിട്ടുള്ളതായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു റിലേഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. ലാംഡ h/√2m ev എന്നുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് ഡീബ്രോഗ്ലി വേവ് ലെങ്തിന്റെ അംശബന്ധമാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. വോൾട്ടേജ് ഇവിടെ തന്നിട്ടുണ്ട്. V1 എത്രയാണ്? 25 വോൾട്ടും V2
36 വോൾട്ടും ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ലാംഡ ഈക്വൽ ടു h/√2m EV ആയതുകൊണ്ട് തന്നെ ലാംഡ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/√v ആണ് അല്ലെ. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എടുക്കാം? ലാംഡ 1/λ2, അതായത് ലാംഡ 1ന്റെയും ലാംഡ 2ന്റെയും റേഷ്യോ ലാംഡ 1/λ2 എന്ന് പറയുന്നത് ഈക്വൽ ടു √v2/√v1 എന്നെടുക്കാം അല്ലെ. അപ്പൊ എത്ര വരും? √v2 എന്ന് പറയുമ്പോഴത്തേക്ക് √36/√5 എന്ന് പറയുമ്പോൾ √36 6/√25 ആണ്. അപ്പോൾ 6/5. 6:5 എന്നുള്ള റേഷ്യോയിലായിരിക്കും വരിക. കണ്ടോ? അപ്പൊ ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് മനസ്സിലായല്ലോ. 6:5 എന്നുള്ള റേഷ്യോയിലായിരിക്കും അവിടുത്തെ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് വന്നിട്ടുണ്ടാവുക. നമുക്ക് ഈ ബോണ്ട് ഓർഡറുമായിട്ട് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ടും വരുന്നതാണ്. അപ്പൊ ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് ബോണ്ട് ഓർഡർ കുറയുന്ന തരത്തിൽ താഴെ കൊടുത്തിരിക്കുന്ന തന്മാത്രകളുടെ ശരിയായ ക്രമത്തിൽ എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ഡയറക്റ്റ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് സിഒയുടെ ബോണ്ട് ഓർഡർ കാണുക എന്നുള്ളത്. അപ്പൊ നമുക്ക് ഒരാളുടെ കണ്ടുപിടിച്ചാൽ മതി അല്ലെ. സിഒയുടെ ബോണ്ട് ഓർഡർ അതിന്റെ ഇടയിൽ ട്രിപ്പിൾ ബോണ്ട് ആണ് വരുന്നതെന്ന് തന്നെ നമുക്ക് ധാരണ ഉള്ളത് കൊണ്ട് ബോണ്ട് ഓർഡർ 3 ആണെന്ന് നമുക്ക് പെട്ടെന്ന് എഴുതാൻ കഴിയും. ഇവിടത്തെ നിങ്ങൾക്ക് ഇത്രയും സ്പീഷീസ് കാണുമ്പോൾ നമുക്കൊരു പേടിയാകും, പെട്ടെന്ന് ഇതെങ്ങനെ കണ്ടുപിടിക്കുമെന്നും. അതിനു വേണ്ടിയിട്ട് നമുക്കൊരു ട്രിക്ക് ഉണ്ട്. അതായത് നമുക്ക് ഇലക്ട്രോൺസിന്റെ എണ്ണം 14 ഇലക്ട്രോൺസ് വരുന്നവരെ 14 ഇലക്ട്രോൺസ് വരുന്നതെന്ന് പറയുമ്പം N2 നമ്മുടെ N2 മോളിക്യൂളിനകത്ത് 14 ഇലക്ട്രോൺസ് ആണ് വരുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ബോണ്ട് ഓർഡർ നമുക്ക് എല്ലാവർക്കും അറിയാം, ബോണ്ട് ഓർഡർ 3 ആണ്. അപ്പോൾ 14 ഇലക്ട്രോൺസ് വരുന്ന എല്ലാ സ്പീഷീസിന്റെയും ബോണ്ട് ഓർഡർ എത്രയായിരിക്കും? 3 ആയിരിക്കും. അത് നിങ്ങൾ ഓർക്കുക. ഇനി 15 വരുന്നവരുടെയോ 2.5 ആയിരിക്കും. 16 വരുന്നവരുടെയോ 2 ആയിരിക്കും. 17 വരുന്നവരുടെ ബോണ്ട് ഓർഡർ എത്രയായിരിക്കും? 1.5ഉം 18 വരുന്നവരുടെ ബോണ്ട് ഓർഡർ 1ഉം ആയിരിക്കും. അതുപോലെ 13 വന്നാൽ 2.5, 12 വന്നു കഴിഞ്ഞാൽ എത്രയായിരിക്കും? അപ്പൊ അത് കുറഞ്ഞു പോവുകയാണ് അല്ലെ. 12 വന്നു കഴിഞ്ഞാൽ 2 ആൻഡ് 11 വന്നു കഴിഞ്ഞാൽ 1.5ഉം 10 നമ്പർ ഓഫ് ഇലക്ട്രോൺസിന്റെ എണ്ണം 10 ആണെങ്കിൽ 1 ആയിരിക്കും ബോണ്ട് ഓർഡർ വരിക. അപ്പൊ ഈ ഓരോ സ്പീഷീസിലെയും നമുക്ക് നോക്കാനുള്ളത് അവിടുത്തെ O2 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം O2 ഓക്സിജൻ മോളിക്യൂളില് 8ഉം 16 ഇലക്ട്രോൺസ് ആണ് മൊത്തം ഉള്ളത് അല്ലെ. 16 ഇലക്ട്രോൺസ് ആണ്. അല്ലെങ്കിൽ നമുക്ക് O2ന്റെ ബോണ്ട് ഓർഡർ നമുക്കറിയാം എത്രയാണ്? 2 ആണ്. ഇനി O2 പ്ലസ് എന്ന് പറയുമ്പോഴത്തേക്ക് O2 പ്ലസ് എന്ന് പറയുമ്പോൾ 16ൽ നിന്നും 1 ഇലക്ട്രോൺ കുറവാണ്, 15 ഇലക്ട്രോൺസ് ആണ്. 15 ഇലക്ട്രോൺസ് വരുമ്പോൾ 2.5 ആണ്. കണ്ടോ? 2.5 ആണ് ബോണ്ട് ഓർഡർ. ഇനി O2 മൈനസ് എന്ന് പറയുമ്പോഴോ O2 മൈനസ് എന്ന് പറയുമ്പോൾ 16ന്റെ കൂടെ 1 ഇലക്ട്രോണും കൂടെ അധികമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോ 16ന്റെ കൂടെ 1 ഇലക്ട്രോണും കൂടെ അധികമായിട്ട് വന്നപ്പോ 17 അല്ലെ. 17 ആയപ്പോ O2 മൈനസിൻ്റെത് 1.5 ആണ്. N2ന്റെ ബോണ്ട് ഓർഡർ നമുക്കറിയാം 3 ആണ്. അപ്പൊ ഇവിടെ ബോണ്ട് ഓർഡർ കുറയുന്ന ക്രമത്തില് ഇവരെ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ N2ന്റെ ബോണ്ട് ഓർഡർ 3, 2.5, 2, 1.5 അല്ലേ. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് വരും? കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാണ്? ബോണ്ട് ഓർഡർ കുറയുന്ന ക്രമത്തിൽ വന്നിരിക്കുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പൊ ഏതിന്റെ ആണെങ്കിലും ബോണ്ട് ഓർഡർ വെച്ച് കഴിഞ്ഞ് ബോണ്ട് ഓർഡർ തന്നിട്ട് നമുക്ക് സ്റ്റെബിലിറ്റി കാണാൻ പറയും. ബോണ്ട് ഓർഡർ കൂടുന്നതനുസരിച്ച് സ്റ്റെബിലിറ്റി കൂടുമെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ നോർമൽ കേസിൽ ബോണ്ട് ഓർഡർ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. എന്താണ്? ഒരു ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലെ ഇലക്ട്രോണിൽ നിന്നും ആന്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റലിലെ ഇലക്ട്രോണിന്റെ എണ്ണം കുറച്ചിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോഴാണ് നമുക്ക് ബോണ്ട് ഓർഡർ കിട്ടുന്നത്. ഇനിയും നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതും റീസെന്റ് നടന്ന ടെക്നിക്കൽ അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഹൈഡ്രജൻ ബോണ്ടിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സിമ്പിൾ ആണെങ്കിൽ പോലും അതിനെ വ്യത്യസ്ത രീതിയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഹൈഡ്രജൻ ബോണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള 3 പ്രസ്താവനയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ദ്രാവകമായി ജലം സ്ഥിതി ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ടിങ് ആണെന്നാണ് ഫസ്റ്റ് പ്രസ്താവന. അത് ശരിയാണല്ലേ? നമുക്കറിയാം H2O എന്ന് പറയുന്ന അതിന്റെ ഇടയിൽ എന്തുണ്ട്?
ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്. ഇപ്പൊ അതുപോലെ തന്നെ വരുന്നതാണ് H2S. പക്ഷെ H2S ഒരു ഗ്യാസ് ആണ്, H2O ഒരു ലിക്വിഡ് ആണ്. എന്തുകൊണ്ടാണ്? H2Sൽ അങ്ങനെ ഒരു ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ല, ഒരു ഹൈഡ്രജൻ ബോണ്ടിങ് ഇല്ല. പക്ഷെ H2Oയിൽ ഹൈഡ്രജൻ ബോണ്ടിങ് ഉള്ളത് കൊണ്ടാണ് അതൊരു ദ്രാവകമായിട്ട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ പ്രസ്താവന എന്താണ്? ശരിയാണ്. ഇനി രണ്ടാമത് പറഞ്ഞിരിക്കുന്ന ഐസിന്റെ സാന്ദ്രത ജലത്തേക്കാൾ കൂടുതലാണെന്നും ശരിയാണോ? ഐസിന്റെ സാന്ദ്രത എന്താണ്? ജലത്തേക്കാൾ കുറവാണ്. അതിന്റെ കാരണവും അതിനിടയിൽ വരുന്ന ഹൈഡ്രജൻ ബോണ്ടിങ്. ആ ഹൈഡ്രജൻ ബോണ്ടിങ് ഇടയിൽ ഐസിൽ വാട്ടറിന് സ്പേസ്, ഹൈഡ്രജൻ ലിക്വിഡ് സ്റ്റേറ്റിൽ വരുമ്പോഴത്തേക്ക് അവിടെ ഹൈഡ്രജൻ ബോണ്ടിങ് വരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വാട്ടർ മോളിക്യൂളിന് അതിന്റെ ഇടയിൽ കയറി ഇരിക്കാനായിട്ടൊരു സ്പേസും ആ ഒരു ഐസിന്റെ സ്ട്രക്ചറും ഒക്കെ കൊണ്ടാണ് ഐസിന്റെ സാന്ദ്രത എന്ത് ആയിട്ടിരിക്കുന്നത്? ജലത്തിനേക്കാൾ കുറവായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. ഇനി മൂന്നാമത് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഓർത്തോനൈട്രോഫീനോൾ കൂടുതൽ വോളറ്റൈൽ ആണെന്ന്. അതായത് ഓർത്തോനൈട്രോഫീനോൾ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഓർത്തോനൈട്രോഫീനോളിന് നമുക്കറിയാം ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണുള്ളത് അല്ലെ. വിതിൻ ദ സെയിം മോളിക്യൂളിൽ തന്നെ, അതായത് ഡിഫറെന്റ് മോളിക്യൂൾസ് പരസ്പരം ഉണ്ടാക്കുന്ന ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെയാണ് നമ്മൾ ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഇവിടെ ഓർത്തോനൈട്രോഫീനോളിന് നമുക്കറിയാം ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ്. അപ്പൊ ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആയതുകൊണ്ട് തന്നെ അവിടെ അസോസിയേഷൻ ഓഫ് മോളിക്യൂൾ വരുന്നില്ല. അപ്പൊ അസോസിയേഷൻ ഓഫ് മോളിക്യൂൾ വരുമ്പോഴാണ് ബോയിലിംഗ് പോയിന്റ് കൂടുക. അപ്പോ ഓർത്തോനൈട്രോഫീനോളിന്റെ ബോയിലിംഗ് പോയിന്റിനെ എന്ത് എഫക്ട് ചെയ്യുന്നില്ല? ഇൻട്രാ ഹൈഡ്രജൻ ബോണ്ടിങ്, ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് എഫക്ട് ചെയ്യാത്തത് കൊണ്ട് തന്നെ എന്താണ്? കറക്റ്റ് ആണത്. ഓർത്തോനൈട്രോഫീനോളിനാണ് നമ്മുടെ പാരാനൈട്രോഫീനോളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ വോളറ്റൈൽ ആയിട്ട് വരുന്നത്. പാരാനൈട്രോഫീനോളിൽ എന്ത് സാധ്യമല്ല? ഇൻട്രാമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് സാധ്യമല്ല. പകരം ഇന്റർമോളിക്കുലാർ ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് സാധ്യമാവുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? അസോസിയേഷൻ ഓഫ് ദ മോളിക്യൂൾ ആണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയും ശരിയാണെന്ന് നമ്മൾ മനസ്സിലാക്കി അല്ലേ. ഒന്നാമത്തതും മൂന്നാമത്തതുമാണ് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ ചൂസ് ചെയ്യാൻ കഴിയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഇതും ഞാനിപ്പോ പറഞ്ഞതുപോലെ റീസെന്റ് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് റിഡ്ബർഗ് ഇക്വേഷൻ വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ. നമ്മൾ ലൈമാൻ സീരീസ് ഒക്കെ പഠിക്കത്തില്ലേ? അപ്പൊ അതിനോട് ചേർത്ത് നമ്മൾ പഠിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് റിഡ്ബർഗ് ഇക്വേഷൻ. വേവ് നമ്പർ കാണാനുള്ള ഇക്വേഷൻ. വേവ് നമ്പർ എന്ന് പറഞ്ഞാൽ 1/λ ആണ് വേവ് നമ്പർ. നമ്മൾ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യും, ന്യൂ ഡാഷ് എന്ന് റെപ്രസെന്റ് ചെയ്യും. വേവ് നമ്പർ കാണാനുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ ഈ കൊടുത്തിരിക്കുന്നതിൽ ക്വസ്റ്റ്യൻ ഇതാണ്: ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ദൃശ്യമേഖലയിലെ രേഖയുടെ വേവ് നമ്പർ കാണാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ അറിയണം, ദൃശ്യമേഖല എന്ന് പറയുമ്പോൾ ജസ്റ്റ് പല കാര്യങ്ങൾ അറിയുന്നവർക്ക് മാത്രമേ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാണുമ്പോൾ സിമ്പിൾ ആയിട്ട് തോന്നുമെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൃശ്യമേഖലയിൽ വരുന്നത് ഏതാണെന്ന് ആദ്യം അറിയണം അല്ലെ. ദൃശ്യമേഖലയിൽ വരുന്നത് ബാമർ സീരീസ് ആണ്. അപ്പൊ നമ്മളോട് ഡയറക്റ്റ് വേണമെങ്കിൽ അങ്ങനെ ചോദിക്കാം, ബാമർ സീരീസ് വരുന്നത് ഏത് മേഖലയിലാണ്? ദൃശ്യമേഖലയിൽ വരുന്നത് ബാമർ ആണ്. ബാമറിൽ നമുക്കറിയാം N1 = 2 ആണ്. അതായത് ഉയർന്ന ഊർജ നിലയിൽ നിന്നും N1 = 2 വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബാമർ സീരീസ് എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് അറിവുണ്ടാവണം. ഇനി നമുക്ക് അതിന്റെ വേവ് നമ്പർ കാണാനായിട്ട് പറയുമ്പോഴത്തേക്ക് വേവ് നമ്പർ = നമുക്ക് R × 1/n1² - 1/n2² എന്നുള്ള ഇക്വേഷൻ അറിയണം. 1/n1² - 1/n2². അപ്പൊ ഇവിടെ R × 1/n1² എന്ന് പറയുമ്പോൾ ഉയർന്ന ഊർജ നിലയിൽ നിന്നും രണ്ടാമത്തതിലേക്കാണ് എത്തിയത് അല്ലെ. അപ്പൊ 1/2² എന്ന് പറഞ്ഞാൽ 1/4 - 1/3². അതായത് 3 എന്ന് പറയുന്ന N1 = 2 എത്തിയത് N2 = 3 നിന്നാണെന്ന് വിചാരിക്കുക. ഈ ഒരു ഊർജ നിലയിൽ നിന്നുമാണ് എത്തിയത്. അപ്പൊ നമുക്ക് N2 = 3 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 3യുടെ സ്ക്വയർ 9 എന്ന് വരാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 9 - 4 5. 5/9 × 4 36. അപ്പൊ നമുക്ക് 5R/36 എന്ന് കിട്ടും അല്ലെ. 5R/36.
അപ്പൊ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ വന്നിരിക്കുന്നത്? 5r/36 ആണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു ലാന്തനൈഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലാന്തനൈഡ് കൺട്രാക്ഷനും ലാന്തനൈഡ്സിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റും ആണ് ലാന്തനൈഡ്സ് പഠിക്കുമ്പോൾ നിങ്ങൾ ഏറ്റവും ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കേണ്ടത്. അപ്പൊ ഇതും ചോദിച്ചിട്ടുള്ളൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് +4 ഓക്സീകരണാവസ്ഥ പ്രദർശിപ്പിക്കുന്നതിന് അറിയപ്പെടുന്ന ഒരു ലാന്തനോയിഡ്സ്. ലാന്തനോയിഡ് മൂലകങ്ങള് പ്രധാനമായിട്ടും കാണിക്കുന്നത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെന്ന് നമുക്കറിയാം. അതിലും എക്സെപ്ഷൻ ഉണ്ട്. ഇപ്പൊ യൂറോപ്പിയൊക്കെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. അപ്പോൾ എങ്ങനെയാണ്, അതായത് ലാന്തനൈഡ് F7 F14 ഒക്കെ വരുന്ന ഒരു ഇതിലേക്ക് മാറാനായിട്ട് എന്ത് ചെയ്യും? അത് ആ ഒരു വ്യത്യസ്തമായ ഓക്സിഡേഷൻ സ്റ്റേറ്റുകളിലേക്ക് പോകും. അപ്പൊ ഇവിടെ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നത് സീരിയമാണ്. അപ്പൊ അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. സീരിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 4f1 5d1 6s2 എന്നതാണ്. അപ്പൊ ഇവിടെ 4f1 5d1 6s2 എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൽ നിന്നും ഈ 4 ഇലക്ട്രോൺ 4fൽ നിന്ന് ഒരെണ്ണം 5dയിൽ നിന്ന് ഒരെണ്ണവും 6s2ൽ നിന്നും ഒരെണ്ണം പോയി കഴിഞ്ഞാൽ അത് 54 ആവും അല്ലെ. 54 എന്ന് പറയുന്നത് സിനോണിന്റെ ഒരു അടുത്ത നെക്സ്റ്റ് അതിന്റെ മുകളിൽ വരുന്ന നോബിൾ ഗ്യാസിന്റെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്കാണ് പോകുന്നത്. അപ്പൊ നോബിൾ ഗ്യാസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് പോകാൻ കഴിയുന്നത് കൊണ്ട് തന്നെ എന്തിനായിരിക്കും സീരിയത്തിന് എപ്പോഴും +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കാനുള്ളൊരു ടെൻഡൻസി ആയിരിക്കും. മനസ്സിലായോ? ഈ 4 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ അതിന് നോബിൾ ഗ്യാസിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷനിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ആയിരിക്കും. അപ്പൊ അതുപോലെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും യൂറോപ്യം എപ്പോഴും +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കും. കാരണം ഇവിടെ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് വരുമ്പോഴത്തേക്ക് യൂറോപ്യൻ കണ്ടോ 4f7 ആ വന്നിരിക്കുന്നത്. 4f7 എന്ന് പറയുമ്പോഴത്തേക്ക് എഫിന്റെ ഹാഫ് ഫീൽഡ് കാരണമുള്ള എക്സ്ട്രാ സ്റ്റെബിലിറ്റി അവിടെ കിട്ടുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ്. അപ്പൊ ആ രീതിയിലാണ് നമുക്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചുകൊണ്ട് പറയാനായിട്ട് കഴിയുന്നത്. അപ്പൊ ലാന്തനൈഡ്സ് പഠിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു ഇതിൽ പഠിക്കാനായിട്ട് നോക്കുക. പിന്നെ ലാന്തനൈഡ്സ് പഠിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ലാന്തനൈഡ് കൺട്രാക്ഷൻ വരുന്നത് അല്ലെ. ലാന്തനൈഡ് കൺട്രാക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ലന്താനം മുതൽ ലുട്ടീഷ്യം വരെയുള്ളവരെ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയുന്നത് അവിടെ ഒരു റെഗുലർ ആയിട്ട് അവിടെ അതിന്റെ സൈസ് കുറഞ്ഞു വരുന്നത്. അതായത് അവിടെ ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജ് കൂടുന്നതനുസരിച്ചിട്ടാണല്ലോ സൈസ് കുറയുന്നത്. അപ്പൊ ആ ഒരു ഇഫക്റ്റീവ് ന്യൂക്ലിയർ ചാർജിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാനും മാത്രം അവിടെ അറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ചിട്ട് ന്യൂക്ലിയർ ചാർജ് കൂടുന്നു. അപ്പൊ അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്യാനും മാത്രം എന്തില്ല അവിടെ ഒരു സ്ക്രീനിങ് എഫക്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ. അപ്പൊ അത് ആ രീതിയിലാണ് ഇവിടെ ഒരു റെഗുലർ ഒരു കുറവ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് 3Dയിലെ ആംഗുലാർ നോഡിന്റെ എണ്ണം കാണാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ആംഗുലാർ നോഡിന്റെ എണ്ണം കാണാനായിട്ട് ആംഗുലാർ എല്ലിന്റെ വാല്യൂ നോക്കിയാൽ മതി. 3D എന്ന് പറയുമ്പോൾ L=2 ആണ്. റേഡിയൽ നോഡിന്റെ എണ്ണം കാണാനായിട്ട് n-l-1 ആണ് എടുക്കുന്നത്. അപ്പൊ D വരുമ്പോഴത്തേക്ക് നമുക്കറിയാം L=0 1 2 3. 0 വന്ന S ആണ്, 1 വന്നാൽ P ആണ്, 2 വന്നാൽ D ആണ്, 3 വന്നാൽ F ആണെന്ന് അറിയാം. അപ്പൊ ഇവിടെ L=B ഓപ്ഷൻ 2 ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഒരുപാട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷമാണ് നമ്മുടെ HSA ഫിസിക്കൽ സയൻസ് എക്സാം എത്തിയിരിക്കുന്നത്. അപ്പൊ അതിനുവേണ്ടി CCയോടൊപ്പം ചേർന്നുകൊണ്ട് പഠിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാം. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളുണ്ട്. ഒരു പേഴ്സണൽ മെന്റർഷിപ്പോട് കൂടിയുള്ള ക്ലാസ്സുകളാണ്. നിങ്ങളുടെ ഡൗട്ടുകൾ അപ്പോഴപ്പോൾ ക്ലിയർ ചെയ്തുകൊണ്ട് ഫുൾ സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള ക്ലാസ്സുകളാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവർ കോൺടാക്ട് ചെയ്യുക, ജോയിൻ ചെയ്യുക. താങ്ക്